JDU-ന് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും നരേന്ദ്രമോദിയോട് നേരിട്ട് പറയുക. മോദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത്തവണത്തെ ഭരണം വളരെ ദുർഘടം പിടിച്ചതാണ്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, നിലവിൽ NDA ഏത് രീതിയിലും തകർന്നു പോകാനുള്ള സാധ്യതയുള്ളതിനാൽ സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി മുന്നണി സംവിധാനം ബലപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിൽ നിന്നും വീണ്ടും UPA ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്നാൽ അത് NDAയിൽ ഉണ്ടാക്കുന്ന പ്രഹരം ചെറുതൊന്നുമായിരിക്കില്ല. നിതീഷിന് എപ്പോൾ വേണമെങ്കിലും ഏത് മുന്നണിയിലേക്ക് പോകാനുമുള്ള ഓഫറുമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ നിതീഷിന്റെ വാക്കുകൾ കേൾക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം മോദിക്കും അമിത്ഷായ്ക്കുമുണ്ട്. നിലവിൽ ഇരുവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. അതവർക്ക് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മനസ്സിലായതാണ്. മോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നിയമ ഭേദഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. എങ്ങനെയാണോ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയത്, എങ്ങനെയാണോ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിശക്തമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത്, അതുപോലെ ഭരണഘടനയിലെ മറ്റ് പല കാര്യങ്ങളെയും, പ്രത്യേകിച്ചും ന്യൂനപക്ഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയൊക്കെ അതിനകത്ത് അവർക്കുള്ള ആനുകൂല്യമെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ പലതും കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ പൊളിയുകയാണ് ചെയ്തത്. അവിടെയാണ് നിതീഷ് കുമാറിന് വിലപേശാൻ കൂടുതൽ അവസരമുണ്ടായത്. നിതീഷിന്റെ ബീഹാറിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നിർമ്മലാ സീതാരാമൻ നൽകിയെങ്കിലും അത് വാസ്തവത്തിൽ JDU-വിനല്ല ഗുണം ചെയ്യുക എന്ന് നിതീഷിന് നന്നായി അറിയാം. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മഹാരാഷ്ട്ര മോഡൽ ഭരണം ബീഹാറിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് മോദിയെ കണ്ട് വിലപേശൽ നയം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് 130ഓളം സീറ്റെങ്കിലും ഐക്യജനതാദളിന് ഇത്തവണയും ബീഹാറിൽ മത്സരിക്കാൻ വേണം. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ JDU പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭാ വികസനം ഉടനടി നടപ്പിലാക്കണം തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ നിതീഷിന് നരേന്ദ്രമോദിയുമായി പങ്കുവയ്ക്കാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.